ഹല്ലേലൂയ, ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 23 അപ്പൊ 1 യോഹന്നാനല്ല, ഫസ്റ്റ് ജോൺ. അല്ല, ജോൺ ഫസ്റ്റ് വേഴ്സ് 23. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ 23. അതിന് അവൻ, യെശയ്യാപ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ വന്നിട്ട് ഹല്ലേലൂയ അത് പ്രസംഗിച്ചു തുടങ്ങിയതാണ്. എന്താണ്? മരുഭൂമി വിളിച്ചു പറയാൻ ശബ്ദം ഞാനാകുന്നു. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ വന്നിട്ട് ഇന്ന് കാണുന്ന പോലെ വിശ്വസിക്കുന്ന ജനത്തിന്റെ ഇടയിലല്ല, രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലല്ല, ഹല്ലേലൂയ, പറഞ്ഞ അനുസരിക്കുന്നവരുടെ ഇടയിലല്ല, വന്ന് പറഞ്ഞത് മരുഭൂമി വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം ഞാനാകുന്നു. മരുഭൂമിയെ കുറിച്ച് നമുക്കറിയാം, വരണ്ടതാണ്. ഒരു അനുകൂലമായ കാലാവസ്ഥ ഇല്ലാത്ത സ്ഥലമാണെന്നറിയാം. അതുപോലെ ഒരു സ്ഥലത്ത് നിന്നാണ് യോഹന്നാൻ പ്രസംഗം തുടങ്ങിയത്. നമ്മളൊക്കെ എങ്ങനെയുള്ള സ്ഥലത്ത് പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ചില സഭയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനത് പറയാറുണ്ട്. കാരണം ഇവിടെ ചെന്നേക്കോ നമ്മളവിടെ കയറി ചെയ്യുന്ന വചനം വായിച്ചു തുടങ്ങുമ്പോഴങ്ങ് കയ്യട് തുടങ്ങും, ഭയങ്കര കയ്യട്. ഞാൻ പറയും നിർത്താൻ പറയല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് കൈയടിക്കുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്, കണ്ട് പ്രോത്സാഹിപ്പിച്ച് നമ്മൾ അപ്പൊ അത് സാധാരണ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് ഭയങ്കര എൻകറേജ്മെന്റ് ആണെന്ന് പറയാം. പക്ഷേ അത് എൻകറേജ്മെന്റ് അല്ല, അത് ആക്ച്വലി പിശാചിന്റെ തന്ത്രമാണ്. കാരണം എന്താന്ന് വെച്ചാ ഈ പറയുന്ന വചനം അവര് കേൾക്കരുത്, അതവരെ ഏറ്റെടുക്കരുത്, അതവര് റിസീവ് ചെയ്ത്. അതിന് വേണ്ടിയിട്ടാണ് വചനം പറയുന്നിടത്ത് വചനം പറഞ്ഞു തീരുന്നതിന് മുമ്പ് വചനം ഏറ്റെടുക്കുന്നതിന് മുമ്പ്, അത് മനസ്സിലാകുന്നതിന് മുമ്പ് വെറുതെ ഇരുന്ന് ക്ലാപ്പ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടു വിചാരിച്ചാണ് ആ സഭയ്ക്കുള്ളിലുള്ള പിശാചിന്റെ തന്ത്രമാണത്. പലരും അത് കാണുമ്പോൾ പല പ്രസംഗിക്കുന്ന പല ദൈവദാസന്മാർക്ക് സന്തോഷമാണ്. അവർ പ്രോത്സാഹിപ്പിച്ചുവിടും, കൈയടിക്കുക കൈയടിക്കുക കൈയടിക്കുക. പക്ഷെ ഈ കൈയടിക്കുക എന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. എന്താ ഈ ജനം ഈ വചനം കേൾക്കുന്നുണ്ടോ? അത് ഗ്രഹിക്കുന്നുണ്ടോ? ആദ്യമായിട്ട് ഞാൻ പറയും, ദുബായിൽ ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ അവിടെ വന്നൊരു ദൈവദാസൻ, ഡോക്ടർ ജെയിംസ്, എനിക്കൊന്ന് പലരും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഒരു ഗൂഗിൾ മീറ്റിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹമാണ് അവിടെ പ്രസംഗിക്കാൻ കയറിയിരുന്നപ്പോ കൈ അടിക്കാൻ പറഞ്ഞു, ഡോൺ ക്ലാപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ ഒറ്റ എണ്ണം കൈ അടിക്കരുത് തന്നെ പറഞ്ഞു. കൈ അടിക്കെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം എന്താ പറയാ, യു ലിസൺ. അപ്പൊ വചനം അത് കേൾക്കണം. വചനം കേട്ടാൽ മാത്രമേ നമ്മൾക്ക് അത് ഗ്രഹിക്കാൻ. അപ്പൊ കേൾക്കുമ്പോ എങ്ങനെയാ നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്തൊക്കെ, നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ എന്താ, ബുക്കൊക്കെ വായിക്കുമ്പോൾ അപ്പുറത്ത് ഭയങ്കര ശബ്ദമൊക്കെ വെച്ച് വലിയ പാട്ടൊക്കെ വെക്കുന്നിടത്തിരുന്ന്, അല്ലെങ്കിൽ ഭയങ്കര ബഹളമുള്ളിടത്ത് പഠിച്ച് നമുക്ക് എന്തെങ്കിലും തലയിൽ കയറുമോ? ഇല്ല. ഇതേപോലെ തന്നെയല്ലേ ഞാൻ ചോദിക്കുന്നത്, വചനം അങ്ങോട്ട് പറഞ്ഞാൽ വചനം അങ്ങോട്ട് തുടങ്ങി തീരുന്നതിന് മുമ്പേ കൈയടികളൊന്നും ഒരു സ്ഥലത്ത്. ഇനിയെങ്കിലും ഞാൻ പറയാം, നിങ്ങൾ അങ്ങനെ ആകരുത്. കാരണം വെച്ചാൽ വചനം കേട്ട് മനസ്സിലാക്കി അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് നമ്മൾ കൈയടിക്കും, ചാടി എഴുന്നേക്ക് നമ്മൾ ചിലപ്പോ. പക്ഷേ അത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളത് ചെയ്താൽ നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അടുത്തിരിക്കുന്നവരെ പോലും നിങ്ങൾ കേൾപ്പിക്കുന്നില്ല എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തോട് മറുതലിച്ച് നിൽക്കുന്ന സ്വഭാവം നമ്മൾ വെളിപ്പെടുന്നു. അത് ആരുടെ സ്വഭാവം? ഇത് പിശാചിന്റെ സ്വഭാവമാണ്. വചനത്തോട് മറുതലിച്ച് നിൽക്കാന്ന് വെച്ചാൽ വചനം ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന, അപ്പൊ പിശാചിന്റെ പ്രവർത്തിക്ക് നമ്മൾ കൂട്ടാളികളാകുന്നു. ഇവിടെ വന്നിട്ട് ഈ യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് അനുകൂലമായി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഹോളിരിക്കുന്ന ജനത്തോടല്ല. മരുഭൂമി വിളിച്ചു പറയുന്ന ശബ്ദം ഇത് യെശയ്യാപ്രവാചകൻ പറഞ്ഞ അതേ ആ ഒരു അവസ്ഥയെ തന്നെ നിന്നിട്ടാണ് യോഹന്നാൻ പ്രസംഗിക്കുന്നത്. എന്നിട്ടും അവിടെ അനേകർ വന്ന് മാനസാന്തര സ്നാനപ്പെട്ടു. കാരണം എന്താ, ആ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം ആ ശബ്ദം ആരുടെ ശബ്ദമായിട്ട്? ദൈവത്തിന്റെ ശബ്ദം ആയിട്ട് അവർക്ക് ഗ്രഹിക്കണം. ഞാൻ എപ്പോഴും പറയും, വചനത്തിനകത്ത് ജീവനുണ്ട്. ഈ ജീവനാണ് മനുഷ്യരുടെ വെളിച്ചമായി മാറേണ്ടത്. ഈ വെളിച്ചം വന്നാൽ മാത്രമേ ഇരുട്ട് മാറിപ്പോകത്തുള്ളൂ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പറഞ്ഞു. അവരവരെ പള്ളി ഉപദേശിച്ച് എല്ലാവരും അവനെ പ്രശംസിച്ചു. അപ്പൊ പറഞ്ഞ
അവൻ പറഞ്ഞ ആത്മാവിന്റെ ശക്തിയുടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്ന്. ഗലീലയെ കുറിച്ച് പറഞ്ഞ ഇരുട്ടിന്റെ പട്ടണം. അപ്പൊ വേറെന്ത് പറഞ്ഞു? ഇരുട്ടിൽ നിന്ന് ജനം വെളിച്ചം കണ്ടു. ഹാലേലിയ. ആരാ വെളിച്ചം? യേശുവാണ്. യേശു എന്നാൽ എന്താ? വചനമാണ്. അപ്പൊ വചനത്തിന്റെ വെളിച്ചം ഇരുട്ടിലേക്ക് ജനം കണ്ടത് എന്താ? ആ വചനം കടന്നു ചെന്നപ്പോൾ അവരത് കേൾക്കാനിടയായപ്പോൾ. ഇപ്പൊ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെ എന്താ ശ്രുതി പറയുന്നത്? യേശു കാണാൻ നല്ല സുന്ദരനാണ്, ഹാലേലിയ, 10,000 അതിസുന്ദരനാണ്, അതാണോ ശ്രുതി പറയുന്നത്? അത് നല്ല ലാവണ്യ വാക്കുകളാണ്, ഇതൊക്കെയാണോ ശ്രുതി? അല്ല. ഹാലേലിയ. കാരണം യേശു കർത്താവ് പ്രസംഗിച്ചത്, യേശു കർത്താവ് പറഞ്ഞത്, ഹാലേലിയ, അതിലൂടെ വെളിപ്പെട്ട വിടുതലുകൾ, ഹാലേലിയ, അനേകർ സൗഖ്യമായൊക്കെ ചെയ്തപ്പോൾ ആ ശ്രുതി പരന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവിനെ കുറിച്ചും ഇവിടെ നമ്മൾ യോഹന്നാനെ കുറിച്ചും വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്, രണ്ടുപേരും വചനം പറഞ്ഞത്, പ്രസംഗിച്ചത്, ഒരുക്കപ്പെട്ടത് സ്റ്റേജിലായിരുന്നില്ല. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാന്ന് പറഞ്ഞത് ഒരു ജനത്തിന്റെ മുമ്പിലല്ലായിരുന്നു. എവിടെയാണ് നമുക്ക് ശരിക്കും നമ്മൾ പറയുന്ന വചനത്തിന് ശക്തി ഉണ്ടോ എന്ന് മനസ്സിലാകുന്ന എവിടെയാണെന്നറിയാം? നമ്മൾ എവിടെ ഈ വചനം പ്രസംഗിക്കുന്നു, ആ വചനത്തിന്റെ പ്രവൃത്തിയോടെ എന്ത് പ്രവൃത്തിയോടെ വെളിപ്പെടുന്നു എന്ന് നോക്കിയിട്ടാണ്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ശമര്യ പട്ടണത്തിലേക്ക് പോയ ഫിലിപ്പോസിനെ നമ്മൾ കാണുന്നുണ്ട്. അന്ന് യഹൂദന്മാർക്ക് നമ്മൾ ദൈവമക്കൾക്ക് വലിയ പ്രതികൂലം നേരിട്ട് സ്റ്റെഫാനസ് കൊല്ലപ്പെട്ട സമയത്ത് അവർ ചിതറിപ്പോയി. അവർ പലയിടങ്ങളിലേക്ക് പോയി. അവരവിടേക്ക് സുവിശേഷം പറഞ്ഞുകൊണ്ട് അവർ ചുറ്റി സഞ്ചരിച്ച് എഴുതിയത്. അവിടുന്ന് ഒരാളായ ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലണം. ശമര്യ പട്ടണത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഫിലിപ്പോസ് അവിടെ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കാൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പൊ ഫിലിപ്പോസ് ചെന്ന് നിൽക്കുന്നത് നമ്മൾ പറയുന്ന ഒരുക്കപ്പെട്ട സ്റ്റേജിലേക്കല്ല, ഇന്നത്തെ കാണുന്ന കൺവെൻഷൻ പന്തലിലേക്കല്ല കയറി നിൽക്കുന്നത്. ക്ഷണിക്കപ്പെട്ട അനേക അതിഥികൾക്ക് മുമ്പിലേക്കല്ല നിൽക്കുന്നത്. ഹാലേലിയ. അവർ പട്ടണങ്ങളിലും തെരുവോരങ്ങളിലും കാണുന്ന വഴിവക്കിലും ഒക്കെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ ജീവൻ വ്യാപരിക്കണമെങ്കിൽ അവരിലൂടെ പുറപ്പെടുന്ന വചനത്തിന്റെ ശക്തിയുടെ വെളിപ്പെട്ടതുകൊണ്ടാണ്. അവിടെയാണ് നമ്മൾ കാണുന്നത്. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എല്ലാം നടന്നു. ഞാൻ ചോദിക്കും, നിന്ന് എന്തിനാ നമ്മുടെ അടച്ചിട്ടേക്കുന്ന ഹാലയിലെ ഹോളുകൾ ഇത്ര വലിയ പ്രസംഗങ്ങൾ എന്തിനാ ഇത്ര വലിയ ആൾക്കാർ വന്നത്? വീണ്ടും 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 ഹാലലിയ അടച്ചിട്ട് ഒരുക്കപ്പെട്ട് വിളിച്ച് വേർതിരിച്ച് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഇന്നും സമയം നോക്കിക്കഴിഞ്ഞാൽ പല ഉപദേഷ്ടക്കന്മാരാകേണ്ടവർ മുമ്പിൽ പോയി വീണ്ടും വീണ്ടും നമ്മൾ എന്തിനാ പ്രസംഗിക്കുന്നത്? അതിനകത്ത് വല്ല കാമ്പുള്ള കാര്യങ്ങളാണോ പറയുന്നത്? ഹാലേലുയ. ഓരോരുത്തർക്ക് പോയിരുന്ന 1-2 മണിക്കൂർ ഇരുന്ന് 3-4 മണിക്കൂർ ജനം സ്പെൻഡ് ചെയ്തിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ ഹാലേലുയ ഒഴിഞ്ഞ കൊട്ട പോലെയാണ് അവർ തിരിച്ചു വരുന്നതെങ്കിൽ, കാറ്റുപോയി ബലൂൺ പോലെ വരുന്നതെങ്കിൽ എന്ത് പ്രയോജനം ഇതുകൊണ്ടുള്ളത്? ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് പ്രസംഗിക്കണം, എന്ത് പ്രസംഗിക്കരുത് എന്നും എവിടെ അത് പ്രസംഗിക്കണം? വചനം പ്രസംഗിക്കാൻ മാത്രം, പ്രസംഗം മാത്രം. നമ്മൾ പൗലോസിനെ കുറിച്ച് ചെയ്തിട്ട് പ്രസംഗിച്ചു, ഉപദേശിച്ച്, വചനം സംസാരിച്ച് പല കോണ്ടസ്റ്റുകൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എല്ലായിടും ചിലപ്പോൾ ഒരുപോലെ അല്ല നമ്മൾ വചനം പറയേണ്ടത്. ആണോ? രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ ചെല്ലുന്ന വചനം പറയുന്ന പോലെയാണോ ജാതികളുടെ ഇടയിലേക്ക് വചനം പറയേണ്ടുന്നത്? അല്ല. ഹാലേലിയ. ഇപ്പൊ ഒരു വിശ്വാസി എടുത്ത് പോയി വചനം പറയുന്നു, ഒരു അവിശ്വാസി എടുത്ത് പോയി വചനം പറയും, ഒരുപോലെയാണോ? കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് നമ്മള് ഈ സ്ഥലം വാങ്ങിയതിനു ശേഷം ഇവിടെ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു സാമ്പത്തികമായിട്ട് അങ്ങോട്ടൊന്നും എന്ത് പ്രശ്നമാണ്, തടസ്സമാണ്, അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഈ സ്ഥലത്തിന് വല്ല ശാപം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ എന്നോട് ഞാൻ പറഞ്ഞു, ചിലപ്പം ശാപം എന്ന് പറയാൻ പറ്റും. നമ്മുടെ ജോസന്റെ പാസ്റ്റ് പഠിപ്പിച്ച കണക്ക് ചില സോൾ ടൈസ് ഉണ്ടാകും സ്ഥലത്ത്. ചില ആൾക്കാർ ഇപ്പം സപ്പോസ് ഞാനൊരു വീട് വെച്ചപ്പോൾ ഭയങ്കര ആഗ്രഹിച്ച്, എനിക്ക് ഭയങ്കര എന്താ പറയുക, എൻ്റെ എല്ലാ എഫർട്ടൊക്കെ എടുത്ത് ഞാനൊരു വീടൊക്കെ പണിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ വീടിനോട് ഒരു ആത്മബന്ധം ഉണ്ടാകും. നമ്മൾ താമസിക്കുന്ന വീടിനോടൊക്കെ നമുക്കൊരു ആത്മബന്ധമില്ലേ? നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ ഒരു സമാധാനം ഇതുണ്ടാകാറില്ലേ? എവിടെ പോയാലും കിട്ടാത്തൊരു സംഭവം നമ്മുടെ വീട്ടിൽ. അപ്പൊ എന്താ വെച്ചാൽ ഇത് നമ്മുടെ സോളുമായിട്ട് ഇത് ടൈ അയക്കുന്നുണ്ട്, അതങ്ങനെ വരുന്നത്. അപ്പൊ അതെല്ലാം ഇരുത്തും. നമ്മളിരിക്കുന്ന ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഓരോരുത്തരിക്കുന്ന കസേരയാണെങ്കിലും ഇങ്ങനെ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു വെച്ചാൽ ഈ സോൾട്ടൈസ് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യാതെ നമ്മൾ ആ സംഭവത്തിലേക്ക് പോയിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ അതിന്റെ ഒരു പാർട്ടായി മാറും. അതിന്റെ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഹറമസ്റ്റ് ഓർക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അന്ന് എക്സാമ്പിൾ പറഞ്ഞത് രാഷ്ട്രീയക്കാരൊക്കെ ഈ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് യൂത്ത് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ ഭയങ്കര ആവേശത്തോടും വളരെ
ആമേൻ സ്തോത്രം. ഈ എന്താ പറയാ, ഭയങ്കര എത്തിക്സിലൊക്കെ വരുന്നത്, അല്ലെ കൈക്കൂലി വാങ്ങത്തില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല. പക്ഷേങ്കിൽ സ്ലോലി നമ്മൾ കാണാണ്ട് അവർ അതിനകത്തേക്ക് പെട്ടുപോകുന്നത്, അവർ വലിയ അഴിമതി വീരന്മാരായി മാറുന്നത്. അല്ലെ, അപ്പൊ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവർ വന്നിരിക്കുന്ന കസേരയുടെ ഒരു പ്രശ്നമാണ്. അല്ലെ, കാരണം ഈ കസേര നേരത്തെ ഇരുന്നവര് അഴിമതി വീരന്മാരായിട്ട് പലരും ഇരുന്നെടുത്താണ് ഇവരും വന്നിരിക്കുന്നത്. അപ്പൊ ഈ കസേരയിൽ ഇരിക്കുന്ന മുമ്പ് നേരത്തെ മുന്നേ ഇരുന്നവരുടെ സോൾ ട്രൈ ചെയ്ത് കിടക്കുമ്പോൾ, അല്ലെ ഇത് നമ്മളും അറിയാണ്ട് നമ്മൾ അതിനകത്തേക്ക് ആയിപ്പോഴും. അതുകൊണ്ട് നമ്മൾ ഏത് വീട് വാങ്ങുമ്പോഴാണെങ്കിലും, പുതിയ പഴയ വീടുകൾ വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ആണെങ്കിലും, ഹാലിയ ഇപ്പൊ പറയും പെൺമക്കളെയൊക്കെ വിവാഹം കഴിച്ച് വിടുന്ന സമയത്ത് ഹാലിയ ഈ സോൾട്ടൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആരുമായിട്ടുള്ള സോൾട്ടൈ ബ്രേക്ക് ചെയ്യണത്? അമ്മയും മകളുമായിട്ടുള്ള സോൾട്ടൈ ബ്രേക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ അവിടെ ചെന്ന ഭർത്താവ് എന്താ പറയുക, എന്റെ അമ്മ എങ്ങനെയായിരുന്നു, എന്റെ അമ്മ ഇങ്ങനെ പഠിപ്പിച്ചു, എന്റെ അമ്മ എന്താണെന്ന് വെച്ചാൽ നമ്മള് ഈ അമ്മയായിട്ടുള്ള സോൾട്ടൈ ഇങ്ങനെ ഇവരുടെ ജീവിതത്തിൽ അത് എഫക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെ എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനിത് അന്നിങ്ങനെ എനിക്കത് മനസ്സിലായി. ഞാനിങ്ങനെ കുറെ ഇതിന്റെ കുറച്ച് ഡെപ്തിലേക്കൊക്കെ കടന്നുപോയി നോക്കിയ ആളാണ്. അന്നേരം ഇതൊക്കെ നമ്മൾ ഇത് എന്താ പറയാ, ഇത് നമ്മൾ പറഞ്ഞ് എപ്പം ബ്രേക്ക് ആക്കുന്നു അപ്പോഴേ ഇത് ബ്രേക്ക് ആകത്തുള്ളൂ. ഹാലയില്ലേ, നമുക്ക് അറിവുണ്ടെന്നോട്ട് കാര്യമില്ല. അവരൊക്കെ നമ്മൾ വചനം തന്നെ എന്താ പറയാ, എന്താ പറയാ, വായ കൊണ്ട് ഏറ്റു പറയുമ്പോഴേ രക്ഷയാകത്തുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അവിടെ എല്ലാം ഈ അമ്മയുടെ ഇൻഫ്ലുവൻസ് ഇങ്ങനെ നിന്ന് അവിടെ ഭിന്നതയുണ്ടാകും, ഗ്യാപ്പ് വരും. അപ്പൊ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഹാലയില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഇത് ഓരോ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെയൊക്കെ നേരത്തെ ഉള്ള താമസിച്ചവർ ചിലപ്പം ആ സ്ഥലത്തോട് അവർക്ക് അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് പ്രാർത്ഥിച്ച് ബ്രേക്ക് ചെയ്താൽ മതി എന്നാണ്. അപ്പം ഞാൻ ഒരു കാര്യം, നമ്മുടെ പിജോ പാസ്റ്റർ വിളിച്ചിട്ട് പ്രയർ നടത്താൻ പറഞ്ഞു അവിടെ. അപ്പോഴത്തേന് എടുത്ത വയലെ ചോദിച്ചതാ, പാസ്റ്റർ എങ്ങനെയാ പിന്നെ വലിയ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കും. ഞാൻ അതെന്താ, ഇവിടെ പണ്ടൊരു പാസ്റ്ററെ കൊണ്ടുവന്നപ്പോൾ പുള്ളി കടന്ന് ഇവിടെ കിടന്ന് അലറി ഭയങ്കര ബഹളമൊക്കെ ഉണ്ട്. അയലത്തേക്ക് ഓടി വരുന്ന രീതിയിലേക്ക് ബഹളം ഉണ്ടാക്കി ഭയങ്കര. അപ്പൊ അങ്ങനെ ബഹളം. അപ്പൊ ഞാൻ പറയാം, പരിജ്ഞാനമില്ലാത്ത മനുഷ്യനല്ല നമ്മുടെ പാസ്റ്റർ. അല്ലേ അവരെ വിജയ പാസ്റ്റർ എന്ന് വെച്ചാൽ സ്പിരിച്വൽ മെച്യൂരിറ്റി ഭയങ്കരമാണ്, അതുപോലെ പരിജ്ഞാനം ഭയങ്കരമാണ്. എവിടെ പോയി എന്ത് സംസാരിക്കും, എങ്ങനെ സംസാരിക്കും, എപ്പം, ഇതെല്ലാം കൃത്യമായിട്ട് അറിയുന്ന വ്യക്തി. അത് ധൈര്യമായിട്ട് വിളിച്ചുകൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. കാരണം വെച്ചാൽ ഇത് ഒരു പ്രശ്നമാണ്. ദൈവിക പരിജ്ഞാനമില്ലാതെ എവിടെ ചെന്നും ഹാലയില് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത അനേകം നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് പലരും ഭയപ്പെട്ടിട്ട് ഹാലയിലിയ ഒരു പാസ്റ്ററെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോലും ഭയപ്പെടാറുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് സുബോധം ഉണ്ടാകണമെന്ന് പറയുന്നത്. അപ്പൊ ഈ സുബോധത്തിന്റെ ആത്മാവ് ഹാലയിലിയ നമ്മളുണ്ട്. നമ്മുടെ വീര സിസ്റ്റർ പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു റൂമിൽ ഇത് പ്രാർത്ഥിക്കണ്ട, കാരണം ആ ഒച്ച കൂടിക്കഴിഞ്ഞാൽ അപ്പുറത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നത്. ഹാല അപ്പൊ നമുക്ക് ദൈവം തന്നേക്കുന്ന ഒരു സുബോധത്തിന്റെ ആത്മാവിനെയാണ്. നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത്, ഏത് സിറ്റുവേഷനിലായിരിക്കുന്ന അത് അനുസരിച്ച് പെരുമാറാൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. മനസ്സിലായല്ലേ? അപ്പൊ നമ്മുടെ ബോധമില്ലാതെ പെരുമാറുന്നതല്ല പരിശുദ്ധാത്മാവ്. ഹാല ഞാൻ പറയാം, ഇപ്പൊ പരിശുദ്ധാത്മാവ് വന്ന് എത്ര നമ്മൾ ഹാലയില ചാടിയോ തുള്ളിയൊക്കെ ചെയ്താലും നമുക്ക് സുബോധമുണ്ടാകും. നമ്മുടെ തലേന്ന് തുണിയോ താഴേക്ക് നമ്മൾ തിരിച്ചറിയത്തില്ല. ആ സമയത്തും ആത്മാവിൽ ആരാധിക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ അറിയാണ്ട് നമ്മുടെ കയ്യെ അലയിഷോളം. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് സുബോധമുണ്ട്. അല്ല, സുബോധം നഷ്ടപ്പെട്ടിട്ട് അല്ല നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ സുബോധമുള്ളവരായിരിക്കണം. അതുപോലെ ഇവിടെ ഞാൻ പറയുന്ന ഇവിടെ യേശു കർത്താവ് അവിടെ ചെന്നപ്പോൾ ഇരുട്ടിലിരുന്ന പട്ടണം വെളിച്ചം കണ്ടു എന്ന് എഴുതിയേക്കുന്ന യേശുവിനെ സ്തുതി പറഞ്ഞ യേശു ആത്മാവിൻ ശക്തിയില്. അപ്പൊ ഇവിടെ രണ്ടിടത്തും കണ്ട ഒന്ന് യേശു കർത്താവിന്റെ ശുശ്രൂഷയെ കണ്ട് നമ്മള് പ്രസംഗം, അല്ലെങ്കിൽ യോഹന്നാൻ വന്ന മറ്റൊരിടത്ത് നമുക്ക് മറ്റൊരാൾ പ്രസംഗിക്കുന്ന നമുക്ക് കാണാം. അപ്പോസ്തലപ്രവൃത്തി 12 21 24 വായിച്ചു. അപ്പോസ്തലപ്രവൃത്തി 12 21 തുടങ്ങി 20. ഓക്കെ. നിശ്ചയിച്ച ദിവസം ഹെരോദാവ് നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാബ് രാജവസ്ത്രം ധരിച്ച് രാജാസനത്തിലിരുന്ന് അവരോട് പ്രസംഗിച്ചു, ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ പുഴുക്കൾക്ക് ഇരയായി പ്രാണനെ വിട്ടു. എന്നാൽ ദൈവജനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ആമേൻ. ഇവിടെ പറയുന്നത് 21 നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസിൽ നിന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ആര് പ്രസംഗിച്ചെന്ന് എഴുതിയേക്കുന്ന ഇവിടെ? പൗലോസ് അല്ല, പത്രോസ് അല്ല, ഹെരോദാവ്. അപ്പൊ ഹെരോദാവിനും പ്രസംഗിക്കാൻ പറ്റുമല്ലോ.
ഇല്ലേ? ഹെരോദാവ് പ്രസംഗിച്ചത് മാത്രമല്ല, തൊട്ടടുത്ത വാക്യം എന്താ എഴുതിയേക്കുന്നത്? ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദമാണെന്ന് കേൾക്കുന്നവർ പറയുകയാണ്. അല്ല, ഇന്ന് നമ്മൾ കേൾക്കുന്ന പ്രസംഗം ഹെരോദാവിന്റെ പ്രസംഗമാണോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒന്നും തിരിച്ചറിയാതെയുള്ള ജനം, ഹല്ലേലൂയ, അവൻ വെറുതെ പുകഴ്ത്തുകയാണ്. അയ്യോ, ആ മെസ്സേജ്, ഇന്നത്തെ മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ, കിടിലമായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു കേട്ടോ, അല്ലെ ഭയങ്കര കയ്യടിയായിരുന്നു കേട്ടോ, ഭയങ്കര ആരാധനയായിരുന്നു കേട്ടോ. എന്തായിരുന്നു മെസ്സേജ്? നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ഉണ്ടായി? ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ, നമ്മൾ കേൾക്കുന്നിടത്ത് പലയിടത്തും ഇതേപോലുള്ള ഹെരോദാവുമാരെയാണോ ഉയർത്തുന്നത്? അതോ ദൈവത്തിന്റെ വചനത്തിന്റെ അവിടെ തൊട്ടടുത്ത് എഴുതിയേക്കുന്ന എന്താ? അവൻ ശബ്ദം, ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ദേവന്റെ ശബ്ദം അത്രയെന്ന് ജനം ആർത്തു. അപ്പൊ ആർക്കുന്ന ജനം, അവർക്ക് വല്ല സുബോധം ഉണ്ടായിട്ടാണ് ആർത്തെന്ന് നോക്കിയേ. ഇന്നും നമ്മൾ കാണുന്ന ആർപ്പെടുന്ന ഒരു കൂട്ടം ഇതുപോലെ ഉണ്ട്. എന്താ? ചുമ്മാ അങ്ങോട്ട് പോയിട്ട്. അപ്പൊ എന്താ സംഭവിച്ചിവിടെ? അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കൽ കർത്താവിന്റെ ദൂത് ഉടനെ അവനെ അടിച്ച് അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ട്. ദൂതന്റെ ഒരു അടി കൊണ്ടപ്പം ചത്തിട്ട് 3-4 ദിവസം കഴിഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറഞ്ഞ കൃമിക്കിരയായെന്ന്. കാരണം മരിച്ചൊരു മനുഷ്യൻ കൃമിക്കിരയാകണമെങ്കിൽ ഒരു 4 ദിവസമെങ്കിലും കഴിയണമല്ലോ നാറ്റം വെക്കണമെങ്കിൽ, അല്ലേ? എന്നിട്ട് പ്രാണനെ വിട്ടു. പക്ഷെ തൊട്ടടുത്ത വാക്യം എന്താ പറയുന്നത്? എന്നാൽ ദൈവവചനം മേൽക്ക് മേൽ പരന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം അത് ആരെ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. അത് മേൽക്ക് മേൽ പരന്നുകൊണ്ടിരുന്നു. അത് എത്തേണ്ടിടത്തെല്ലാം എത്ത്. സഞ്ചരിക്കേണ്ടിടത്തൊക്കെ സഞ്ചരിച്ച് വിടുതൽ കൽപ്പിക്കേണ്ടിടത്തൊക്കെ കൽപ്പിച്ചു. ദൈവത്തിന്റെ വചനം അത് വചനം സാക്ഷാൽ ദൈവത്തിന്റെ വചനമായിട്ട് എവിടെയൊക്കെ പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി അതിന്റെ കൂടെ നടക്കും. എന്താ? ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ ഉള്ളതെന്ന് അറിയാം? അത് ദൈവത്തിനാ ഉള്ളത്. പക്ഷെ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനമായിരിക്കണം. ഇന്ന് നമ്മൾ കേൾക്കുന്നിടത്ത് പലയിടത്തും ഒരുപാട് കഥകൾ, സ്റ്റോറി ടെല്ലിങ്. എന്താ? ജനത്തിനെ, അപ്പൊ ഞാനത് പറയുന്ന ആൻസർ എന്താ പറയാ? അവർക്ക് മര്യാദക്ക് വചനം പറയാൻ അറിയാത്തോണ്ടാ കഥകളുടെ കൂട്ടുപിടിക്കുന്നത്, അല്ലേ? ജനത്തെങ്കിലും പിടിച്ചിരുത്തണ്ടേ എന്റെ സിസ്റ്ററെ? അതിന് പല 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 സ്റ്റോറിയൊക്കെ പറഞ്ഞ്, കോമഡിയൊക്കെ പറഞ്ഞ്, മിമിക്സ് ഒക്കെ കാണിച്ച് ജനത്തെ കൈയടിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കാന്ന് വെച്ചാൽ അവർ പറയേണ്ട വചനം കൃത്യമായി വ്യക്തമായും പറഞ്ഞ് അവർ ഉള്ളത്തിലേക്ക് അത് കയറി പോകാനായിട്ട് എനിക്കത് സാധിക്കത്തില്ല എന്ന് തോന്നിയെടുത്താൽ ഞാൻ പല ഉപായങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങുന്നു. ഞാൻ പറയുന്ന വചനം മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് അത് കയറുമെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നിന്റെ അകമ്പടി വേണ്ട. ചില ആൾക്കാർക്ക് എന്താ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം, എന്താ പറയാ, ഇതൊക്കെ ഉണ്ടെങ്കിൽ വചനം പ്രസംഗിക്കാൻ ഒരു സുഖമുള്ളൂ. ഞാൻ എവിടെയെങ്കിലും വചനം പറയാൻ നിൽക്കുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇടുന്ന ആൾക്കാരെ ഞാൻ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമെങ്കിൽ വലിയ ഉപകാരമാണ്. എക്കോ ഒക്കെ വെച്ചാൽ ഞാൻ ഈ എക്കോ ഒക്കെ ഒന്ന് കട്ട് ചെയ്യാമെങ്കിൽ വലിയ ഉപകാരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ പറയാ, അവിടെ ഒരു നമ്മളെ ഒന്ന് പ്രകസിപ്പിക്കുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാനുള്ള സ്ഥലമല്ല അത്. അവർ ഇരിക്കുന്ന ജനത്തിന് ഉള്ളിലേക്ക് ദൈവത്തിന്റെ വചനം കയറണം. വചനം കയറാതെ ഞാൻ പറയാം എത്രയൊക്കെ കൈയടിച്ചെന്ന് പറഞ്ഞാല്, എത്രയൊക്കെ നമ്മളെ എന്താ പറയാ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ശബ്ദം ഉണ്ടാക്കിയാൽ, എന്ത് കോലാഹലം അവിടെ കാട്ടിക്കൂട്ടിയാലും ജനത്തിന് വിടുതൽ സംഭവിക്കണമെങ്കിൽ ശരിയായ വചനം തന്നെ പ്രസംഗിക്കപ്പെടണം. ഇരിക്കുന്നവർക്ക് ഒരു വചനമായിരിക്കും നമ്മൾ പറയുന്ന അവരുടെ ഉള്ളിലേക്ക് കയറി അവരെ വിടുവിച്ചെടുക്കുന്ന അപ്പൊ നമ്മൾ പലയിടത്ത് പോയിട്ട് പറയത്തില്ലേ വചനം? ഞാൻ പറയാം, എനിക്ക് ഏറ്റവും വചനം ഇഷ്ടപ്പെട്ട ഏറ്റവും വചനം പ്രസംഗിക്കുന്നതിൽ ഇന്ന് വരെ ഞാൻ കേട്ടിട്ടുള്ളതും ഇതുവരെ എനിക്കറിയാം ഞാനെക്കെട്ട് വലിയ ദൈവദാസന്മാരൊക്കെ ഉണ്ടാവുമായിരിക്കില്ല, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് ഏറ്റവും അനുഗ്രഹമെന്ന് തോന്നി എന്റെ ജീവിതത്തിൽ ഒരുപാട് വിടുതൽ നടന്ന വചന ശുശ്രൂഷ എപ്പോഴും വിജയഞ്ചൽ പാസ്റ്ററുടെ തന്നെയാണ്. ഫസ്റ്റ് ഞാൻ പറയാണ്. അതുപോലെ നമുക്ക് വിജയ പാസ്റ്റർ വചന ശുശ്രൂഷ, നമ്മുടെ വേണുദാസ് പാസ്റ്റർ വചന ശുശ്രൂഷ ഇഷ്ടമാണ്. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് വചനം എന്ന് വെച്ചാൽ വേണുദാസ് പാസ്റ്റർക്ക് വചനം പറയുമ്പോൾ ഒരു ശബ്ദ കോലാഹലങ്ങളുമില്ല, കാരണം ഒരു ബഹളവും ഇല്ല. വളരെ ശാന്തമായിട്ട് വളരെ സൗമ്യമായിട്ട് പറയപ്പെടുന്ന വചനം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ എടുത്ത് വിരലുണ്ടാവുന്ന നമ്മുടെ സാമ്പാസ്റ്റർ അങ്ങനെ വിരലുണ്ടാവുന്ന കുറച്ച് ആൾക്കാരുടെ വചനം നമുക്ക് എത്ര അനുഗ്രഹമാണ്. അപ്പൊ അതേ സമയത്ത് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ വെച്ച് പലതും പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നമുക്കത് തോന്നാറില്ല. ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നാറില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയാം ഇവിടെ അടുത്തത് തീത്തോസിന്റെ ലേഖനം 1:13
സെക്കൻഡ് തിമോത്തി 4:1 ഒന്നുകൂടെ നല്ലൊരു വാചകം. 2 തിമോത്തിയോസ് 4:1 തുടങ്ങി 4 വരെ. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷിവെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് 2 തിമോത്തി വചനം 4-ാം അധ്യായത്തിൽ വചനം പ്രസംഗിക്ക. അല്ല, എന്നാൽ ഭാവി കാലത്ത് ചില വ്യാജാത്മാക്കളുടെ ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ആശ്രയിച്ച് ഫോഷ്ക്ക് പറയുന്നത് കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസ്സാക്ഷി ചുവടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിട്ട് വിശ്വാസ സ്തോത്രത്തെ അനുഭവിക്കുന്ന ദൈവസൃഷ്ട പൂജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയല്ല, നല്ല സ്തോത്രത്തെ അനുഭവിക്കുന്നതിന്റെ ഒന്നും വർജിക്കേണ്ടതില്ല. ദൈവവചനത്താലും പ്രാർത്ഥനയിലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. ആമേൻ. അപ്പൊ ഇവിടെ പറയുന്ന എന്നാൽ ഭാവി കാലത്ത് ചില വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ആശ്രയിച്ച് ഫോഷ്ക്ക് പറയുന്ന കപടത്താൽ വിശ്വാസം ത്യജിക്കുന്ന ആത്മാവ് തെളിവായി പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ വചനം ഹല്ലേലൂയ. സോറി, 1 തിമോത്തി 2 തിമോത്തിയോസാ ഞാൻ വായിച്ച ഭാഗം. മിസ്റ്റർ വായിച്ചെന്നെ കറക്റ്റ് വായിച്ചു. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷിവെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്ക. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക. തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്ക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ മതി നേരത്തെ പറഞ്ഞ കണക്കെന്താ വചനം എന്തിനുള്ള പ്രസംഗിക്കാനുള്ളത്? എപ്പോഴൊക്കെ പ്രസംഗിക്കണം? സ്റ്റക്കായോ ഞാൻ? ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നെറ്റ് സ്റ്റക്കായോ? സ്റ്റക്കായേക്കുക. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്റ്റക്കായി നിൽക്കുക. അങ്ങനെ ഇതിപ്പോ ഞാന് മൊബൈലിലോട്ട് മാറ്റിയതാ. അല്ല, ഇത് മൊബൈലിലേക്ക് മാറ്റിയതാ സിസ്റ്റർ. ഞാൻ ലാപ്ടോപ്പിലാണല്ലോ റെക്കോർഡിങ് നടക്കുന്നത്. ഞാനൊന്ന് വൈഫൈ പോയാന്ന് തോന്നി. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതും ലാപ്ടോപ്പിനകത്തൊന്നും എടുക്കാൻ പറ്റുന്നില്ല. സ്റ്റക്കായി നിൽക്കുക.
അറിയത്തില്ല എന്ത് ചെയ്യട്ടെ. കാലവർഷ കേൾക്കുന്ന ഒരുപാട് വർഷം. ഹല്ലേലൂയ, സ്തോത്രം. വരുന്ന കാരണം അപ്പൊ ഇവിടെ ഇവിടെ പറയും, നമ്മൾ പറഞ്ഞ വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. അപ്പൊ വചനം അല്ലെ പ്രസംഗിക്കപ്പെടേണ്ട, നമ്മൾ പറയുന്ന പ്രീച്ച് ദ വേർഡ് എന്ന് പറയുന്നത് ഹാലയില് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കണം. അല്ലെ, എന്നിട്ട് എങ്ങനെ പ്രസംഗിക്കണം? സകല ദീർഘക്ഷമയോട് ഉപദേശത്തോട് വിശ്വാസം. അപ്പൊ സകല ദീർഘക്ഷമയോട്. അപ്പൊ നമ്മൾ പ്രസംഗിക്കുന്ന നമുക്ക് എന്ത് വേണം? ദീർഘക്ഷമ വേണം. ഹല്ലേലൂയ. അപ്പൊ സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടുകൂടെ ശാസിക്കാം. ഹല്ലേലൂയ. അപ്പൊ വചനം വെച്ച് എന്ത് വേണം? ശാസിക്കാനുള്ളതാ വചനം, പ്രസംഗിക്കാനുള്ളതാ വചനം. ഹല്ലേലൂയ. അത് പറയുന്നത്, അടുത്ത പറയുന്നത് തർജ്ജനം ചെയ്യുക. വചനം വെച്ച് തർജ്ജനം ചെയ്യാനൊക്കെ പറ്റുമോ? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നത് തർജ്ജനം ചെയ്യുക. അപ്പൊ അടി കൊള്ളുന്ന കണക്ക് തന്നെയാണ് പ്രബോധിപ്പിക്കുക. അപ്പൊ പ്രബോധിപ്പിക്കാൻ മാത്രമുള്ളതല്ല, ഉപദേശിക്കാനുള്ളതാണ്, ശാസിക്കാനുള്ളതാണ്, തർജ്ജനം ചെയ്യാനുള്ളതാണ്. അല്ല, വചനം അപ്പോൾ നമുക്ക് ഉപദേശമായി വരണം, ശാസനയായി കിട്ടണം, തർജ്ജനമായി കിട്ടണം. അപ്പൊ ചില സമയത്ത് ഓരോ വചനം എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കുത്തി. ഹാലേലിയ. എനിക്കിന്ന് അവിടെ ഞാൻ ഒത്തിരി കരഞ്ഞു. ഹാലേലിയ. എനിക്കിന്ന് ആ വചനം എന്നോട് അങ്ങ് ഇടപെട്ടു. ഇതൊക്കെ പറയുമ്പം ആമേൻ, ദൈവത്തിന്റെ വചനം ഹാലേ നമ്മളെ നമ്മളെ വിടുവിക്കാനുള്ളതാ വചനം. വചനം വിടുവിക്കാനുള്ളതാണെങ്കിൽ വെറുതെ എപ്പോഴും സൂപ്പിച്ച് വർത്താനം പറഞ്ഞാൽ വചനം വിടുവിക്കത്തില്ല. ഹാലേലിയ. കർണരസമായി സംസാരിച്ചാണ് ഇഷ്ടപ്പെടുക. അത് താഴോട്ട് പറയുന്നു. ഹാലേ എന്താ പറയാ? അവർ പദ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തണ ഉപദേഷ്ടന്മാരെ പെരുക്കി സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെന്ന കാലം വരും. അപ്പൊ കർണരസമാകുവാൻ ഇന്ന് എല്ലാവർക്കും എന്താ? നമ്മുടെ കാതുകൾക്ക് സന്തോഷമാകണം, നമ്മുടെ ചെവി കേൾക്കാൻ സുഖമുള്ളതായിരിക്കും കേൾക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ വചനം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടം. ഉപദേശമൊന്നും ഇന്ന് ആർക്കും പലർക്കും ഇഷ്ടമല്ല. ഹാലേലിയ. അപ്പൊ അവിടെയെല്ലാം അവർക്ക് കർണരസമാകുമാറ് നമ്മുടെ കാതിന് ഇഷ്ടമുള്ള, കേൾക്കാൻ ഇഷ്ടമുള്ളത്, ഹൃദയത്തെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടം. ഹാലേ. പക്ഷെ ഇവിടെ അതുപോലെ എന്നിട്ട് കെട്ടുകഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാലം വരുമെന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത്, ഞാൻ പല സ്ഥലത്തും ചെന്നിരിക്കുമ്പോൾ കാണാറുണ്ട്. ഹാലേലിയ. ഭയങ്കര സ്റ്റോറി ടെല്ലിങ്. ഒരു വചനം പറയണമെങ്കിൽ 10 കഥ പറയും. ഹല്ലേലൂയ. അത് പിന്നെ കഥ മാത്രമല്ല, അഭിനയം, ആക്ടിങ്ങും മൊണാക്റ്റും എല്ലാം ഉണ്ടോ അതിനകത്ത്. ഹല ഇതൊക്കെ കാണിച്ച് ഇരുത്തി പിടിക്കുന്ന വെച്ചാൽ ഇന്ന് ഹല്ലേലൂയ അങ്ങനെ കാലം വരുമെന്ന് പണ്ട് പൗലോസ് എഴുതി വെച്ചെങ്കിൽ ഇന്ന് നമ്മളെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ആരും അങ്ങനെ ആകാൻ പാടില്ല. കെട്ടുകഥകൾക്കൊന്നും ചെവി കൊടുക്കരുത്. ഹല്ലേലൂയ. അവിടെ ഇന്ന് ഞാനിങ്ങനെ വചനത്തില് ഒത്തിരി ചരിത്രവും ഒക്കെ എടുത്ത് പ്രസംഗിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ അത് അങ്ങനെയായിരുന്നു, ഇങ്ങനെ തെളിയിച്ചു, കർത്താവിന് വരവേറ്റെടുത്തു, അല്ലെങ്കിൽ യുദ്ധശ്രുതികൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ തെളിയിച്ച് സംസാരിക്കുന്നത്. കാരണം ഓക്കെ, അത് അറിവാണ്. അല്ല, നല്ലത് തന്നെയാണ്, ഇൻഫർമേഷൻ നല്ലതാണ്. പക്ഷേ അതുകൊണ്ട് മുമ്പിലേക്ക് ജനത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു സഭയിൽ പോയിട്ട് ആരാധിക്കാൻ ഞായറാഴ്ച കടന്നു ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് ആരാധിക്കാതിരിക്കുമ്പോൾ എന്തിനാ? ഒരു വിടുതലിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഞാൻ വന്നിട്ട് കുറെ പഠിച്ച് ഇൻഫർമേഷൻസ് പാസ് ചെയ്തുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? അറിവ് മനുഷ്യനെ ചീർപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ അറിവ് കിട്ടിയതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്തന്നെ കുഴപ്പമില്ല. അതൊരു ബൈബിൾ ക്ലാസ്സിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു സെമിനാറിലൊക്കെ അത് പഠിപ്പിച്ചാൽ ഗുണമുണ്ടല്ലോ. അത് ജനം വിടുതലിന് വേണ്ടി വന്ന ജനത്തിനു മുമ്പ് അത് പറഞ്ഞിട്ട് ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹാലേലിയ. അങ്ങനെ പ്രസംഗങ്ങളൊക്കെ ഹാലേലിയ അതെല്ലാം എന്താ ഹിസ്റ്ററി വെച്ചിട്ടും ഹാലേലിയ പല പല കാര്യങ്ങൾ വെച്ചിട്ട് തെളിയിക്കുന്നതാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പൊ ഞാൻ പറയാം, എനിക്കത് കേൾക്കുമ്പോൾ ഒന്നും തോന്നാറില്ല. ഹാലേലിയ. പക്ഷേ നമുക്കത് സമയത്ത് ഈ അറിവൊന്നും ഇല്ലാത്ത ഹാലേലിയ സാധാരണക്കാരായ മര്യാദക്ക് എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ദൈവദാസന്മാരൊന്നും ഒരു വചനം പറഞ്ഞാൽ മതി ചില സമയത്ത്. ഹാലേലിയ. എന്തൊരു ശക്തി അതിന്, എന്തൊരു വിടുതല അതിനകത്ത്. അപ്പൊ അതുപോലെ കേൾക്കാനാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കാൻ ആത്മാവിന്റെ വചനം. ഹാലേലിയ. കേൾക്കാം. ഒന്ന് തീത്തോസിന്റെ ടൈറ്റസ് 1:13-14 വായിച്ചു സിസ്റ്റർ. ഈ സാക്ഷ്യം തന്നെ അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കുക. ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെ, എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ എന്താ? വിശ്വാസത്തിൽ ആരോഗ്യമുള്ള തീരേണ്ട യഹൂദ കഥകളെയും സത്യം വിട്ട മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കണം, അവരെ കഠിനമായി ശാസിക്കാം. അപ്പൊ യഹൂദ കഥകള്
പറഞ്ഞു നടക്കേണ്ട ആൾക്കാരല്ല നമ്മൾ. ഹാലേലിയ. ആമ ഇവിടെ പറയുന്നത് സത്യം വിട്ടുള്ള മനുഷ്യരുടെ കൽപ്പനകൾ. അതുകൊണ്ട് ആമ സത്യത്തിന്റെ ആമ ഹാലേലിയ ആമ സത്യത്തിൽ പറയാല്ല, വചനത്തിൽ പറയാത്ത മനുഷ്യരുടെ കുറെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്നവരല്ല. ആമ അങ്ങനെ നടക്കുന്നവരുടെ കൽപ്പന ശ്രദ്ധിക്കാൻ, അങ്ങനെ ശ്രദ്ധിച്ച് അങ്ങനെ ചെയ്യുന്നവരെ എന്തിനാ കഠിനമായി ശാസിക്കണം. നേരത്തെ പറഞ്ഞ് ശാസിക്കണം, തർജ്ജനം ചെയ്യണം. അല്ല, ഇവിടെ പറയുന്നത് ചില കൂട്ടി പറഞ്ഞ് കഠിനമായി ശാസിക്കണം. കാരണം അങ്ങനെ ചിലതൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കഠിനമായി ശാസിക്കുക തന്നെ വേണം. എന്നിട്ട് ആമ ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ, മലിനന്മാർക്ക് അവിശ്വാസം ഒന്നും ശുദ്ധമല്ല, അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. അപ്പം ശുദ്ധമുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെയാണ്. പക്ഷേ അല്ലാത്തവരെ ഹല്ലേലൂയ ആമ എന്താ പറയാ, അവർക്ക് ശുദ്ധമല്ലാത്തതായി തീരുന്നത് കൊണ്ട് നമ്മൾ എന്താണ് ഇവിടെയൊക്കെ ആമ നമ്മൾ ആമ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില 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 എന്താ പറയുക, ഇപ്പൊ തന്നെ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ തന്നെ ആമ നമ്മളായിരിക്കുന്ന പെന്തക്കോസ്തത്തിനിടയിൽ തന്നെ അനേകം മനുഷ്യർ ഉപദേശങ്ങളുണ്ട്. അപ്പൊ ഈ മാനുഷിക ഉപദേശങ്ങൾക്ക് അപ്പൊ ഞാൻ എപ്പോഴും ആരെങ്കിലും എന്നോട് ഒരു കാര്യം സംശയം വന്ന് ചോദിച്ചാൽ ഞാൻ പറയും, വചനത്തിലുണ്ടോ? യേശു കർത്താവ് പഠിപ്പിച്ചോ? അപ്പോസ്തലന്മാര് ഫോളോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തു. ഇല്ലയോ? അതിനെക്കുറിച്ച് ഹാലേലൂയ ആമേൻ, അത് നമ്മൾ അനുസരിക്കുക അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, ദൈവത്തിന് ഇപ്പൊ ഇടപെട്ടൂടെ എന്നൊക്കെ ഞാൻ ആയിരിക്കും. ചില വ്യക്തിപരമായ ദൈവം നിങ്ങളോട് സംസാരിച്ചോ? ആയിക്കോളൂ. അപ്പൊ അതിനകത്ത് ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല. എന്നോട് ദൈവം സംസാരിക്കാത്ത കാര്യങ്ങൾ എനിക്ക് എങ്ങനെ അറിയുന്നത്? സാറാ സിസ്റ്റർ ദൈവം ഇന്ന് ഹാലല്ലേ അവൻ ദൈവം നേരിട്ട് എൻകൗണ്ടർ ചെയ്തിട്ട് സാറാ സിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, സിസ്റ്റർ എന്നോട് ദൈവം ഡയറക്ട്ലി എൻകൗണ്ടർ എന്നോട് ഇത് ചെയ്തോളാൻ പറഞ്ഞു. ഇന്ന് വരെ ചിലപ്പോൾ ആരും ചെയ്യാത്തൊരു കാര്യമൊക്കെ സാറാ സിസ്റ്റർ പറയുന്നത്. സാറാ സിസ്റ്ററുടെ ദൈവമാണ് എൻകൗണ്ടർ ചെയ്ത് ധൈര്യമായിട്ട് ചെയ്തോണം. ഹാലല്ലേ. അപ്പൊ നമ്മൾ അത് കേട്ടിട്ട് കണ്ടിട്ട് അതിനെ ക്രിറ്റിസൈസ് ചെയ്യാനും പോണ്ട, നമ്മൾ ചെയ്യാത്തതെന്ന് പറയാനും പോണ്ട, അല്ലെങ്കിൽ ചെയ്യണമെന്ന് പറയാനും പോണ്ട, ഉപദേശിക്കാം. കാരണം ദൈവം ഓരോരുത്തരും വ്യക്തിപരമായി ഇടപെടുന്നെങ്കിൽ നമുക്ക് ചെയ്യാം. ഹാലേ. ഇല്ലെങ്കിൽ ഹാലേ നമ്മൾക്ക് നോക്കാനായിട്ട് നമ്മുടെ കണ്ണാടി നോക്കുന്നുണ്ട്, മുഖം നോക്കുന്നുണ്ടൊക്കെ നോക്കാനായിട്ടൊന്നുള്ളത് വചനമാണ്. വചനത്തിലുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ആ പ്രവൃത്തികളിലേക്ക് പോകരുത്. ഹാലേലിയ. ആമേ. ഇന്ന് ആമേ മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് റെക്കോർഡിങ്ങിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഹാലേ. വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കേട്ട വചനം ഹാലേലിയ ആമേ ശ്രദ്ധയോടെ നമ്മുടെ ഉള്ളത്തിലേക്ക് ഹാലേ വചനം ഹാലേ എവിടെയാണ് എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടുന്നത്, ആമേ ഏത് സമയത്ത് ആ സമയത്ത് നമ്മൾ എങ്ങനെ വചനം പ്രസംഗിക്കുക, എന്താ സംഭവിക്കേണ്ടുന്നത്, ഹാലേലിയ നമ്മളെ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. ഹാലേ. ഇതിനെക്കുറിച്ച് ഹാലേ നിങ്ങൾ ആഴമായിട്ട് ഹാലേ ഈ ദിവസങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കും, ഇത് ദൈവശബ്ദമായിട്ടാണെങ്കിൽ ഹലേ ഇന്ന് മുടങ്ങി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് വചനം കേൾക്കുന്നതിന് മുമ്പ് കടന്ന് കൈയടിക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. അപ്പൊ നിങ്ങൾ അവിടെ ചെയ്യുന്ന നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ തടുത്ത് കളയുന്ന കൂട്ടത്തിലേക്ക് നിങ്ങളുമായി പോവുകയാണ്. അത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകരുത്. ഹാലേലിയ വചനം കേൾക്കാനുള്ളതാണ്, അത് ഗ്രഹിക്കാനുള്ളതാണ്. അത് നമുക്ക് ഹാലേലിയ എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് വിടുതലാകത്തുള്ളൂ. വചനത്തിൽ ജീവനുണ്ട്, ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. വെളിച്ചം വന്നാൽ മാത്രമേ നമ്മളുള്ള ഓരോരുത്തരും ഇരുളുണ്ട്. ഇന്നും പറയാം, ഞാൻ പറയാം എന്തിലൊക്കെ ആമേ നമ്മൾ ഓരോരുത്തരും ഹാലേലിയ വിട്ടുകളയേണ്ട ഒരുപാട് സ്വഭാവങ്ങൾ ഹാലേ ഇരുട്ടിന്റെ ശക്തികൾ നമ്മളിലും ഇന്നും ആധിപത്യം. നമ്മൾ പറയുന്നവർക്ക് നമ്മളെല്ലാം ഗതദേശ ഭൂതഗ്രസ്തന്റെ ഉള്ളിൽ 6000 ഭൂതം നമ്മളെപ്പോഴും പറയും. നമ്മളും കണ്ട ഒരു 5-6 ചുരുങ്ങിയത് 10 ഒക്കെ ഉണ്ടാവും. അല്ലെ. അപ്പൊ ഇതൊക്കെ പോകണമെങ്കിൽ ദൈവവചനം വന്നാലേ പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വചനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. വചനം ഹാലേലിയ സംസാരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ വചനം നമ്മൾ ഹാലയ അടച്ചിട്ട മുറികൾ പ്രസംഗിക്കുന്നതിനെക്കാട്ടി ഏറ്റവും ഇഷ്ടം ഹാലേലിയ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ, വചനം പറയാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ വൃഥാവാക്കൽ. അവിടെ പ്രസംഗിക്കുമ്പോഴത്തെ അറിവും വലിയ വെളിപ്പാടും ഒന്നും പോയി പ്രസംഗിക്കരുത്. അവർക്ക് മനസ്സിലാകാത്ത രീതി നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ പോലെ ഉപദേശത്താലൊക്കെ നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. അത് മനസ്സിലാക്കി പ്രസംഗിക്കുക. ദൈവം ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു. പ്രാർത്ഥിച്ചോ. ലാപ്ടോപ്പ് ശരിയാക്കാൻ പറ്റുള്ളൂ. ദൈവത്തെ ഞങ്ങളെ